പാർട്ടിക്ക് പങ്കില്ലെന്ന് നേതാക്കൾ ആവർത്തിക്കുമ്പോഴാണ് പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതികൾക്കുള്ള CPM DYFI ബന്ധം പുറത്തായത്. ഇന്നലെ അറസ്റ്റിലായ അമൽ ബാബു റെഡ് വോളണ്ടിയർ മാർച്ച് നയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. അറസ്റ്റിലായ സായുജ്, ഒളിവിലുള്ള ഷിജാൽ എന്നിവരും DYFI യൂണിറ്റ് ഭാരവാഹികളാണ്. എന്നാൽ നിരപരാധികളായ നേതാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് CPM ആരോപിച്ചു. ചെതറിക്കിടക്കുന്ന സന്ദർഭത്തിൽ നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോ അതിന്റെ മുൻപന്തിയിൽ നിന്ന് അവർ ആശുപത്രിയിൽ നീക്കാനും ചികിത്സ നൽകാനും വേണ്ടി പ്രവർത്തിച്ച ഒരു DYFI പ്രവർത്തകരാണ്. ഇപ്പോ ഇതിന്റെ എല്ലാ ഭാഗവും അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. DYFI നേതാക്കളും സംഭവത്തെ തള്ളിപ്പറഞ്ഞു. DYFI ഇത്തരം കാര്യങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കുന്ന സംഘടനയല്ല. ഇനിയിപ്പോൾ ഈ ബോംബുണ്ടാക്കിയ സംഘവുമായി ഉത്തരവാദിത്തപ്പെട്ട DYFIയുടെ ആ പ്രദേശത്തെ ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. സ്ഫോടനത്തിൽ മരിച്ച ഷെറിന്റെ വീട്ടിൽ CPM നേതാക്കൾ പോയതിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നാട്ടിൽ നടക്കാറില്ലേ? അതിന്റെ അർത്ഥം കുറ്റത്തോട് മൃദു സമീപനം ഉണ്ടെന്നാണോ? കുറ്റത്തോട് ഒരു തരത്തിലുള്ള മൃദു സമീപനവും ഇല്ല. പക്ഷേ മനുഷ്യരെപ്പോഴും മനുഷ്യത്വം പാലിച്ചു പോകാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കണ്ടാൽ മതി. നമ്മുടെ നാട്ടിൽ ബോംബ് നിർമ്മിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിയമപരമായിട്ടുള്ള നടപടികൾ അതിനെതിരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ശക്തമായിട്ട് തന്നെ നടപടികൾ എടുത്തു പോകും. അതിനകത്തൊന്നും രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ കാണേണ്ടതില്ല. എന്നാൽ മരിച്ച വീട്ടിൽ പോയ നേതാക്കൾ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണമെന്നായിരുന്നു പാനൂർ ഏരിയ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. പോലീസിനെ പഴിചാരി പാനൂർ സ്ഫോടനത്തിൽ തങ്ങൾക്ക് ബന്ധമില്ലെന്ന് സ്ഥാപിക്കുകയാണ് CPM DYFIയും. അപ്പോഴും ശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.